ഗൈസ്, അപ്പം ഞാനും അമ്മയും കൂടെ ഒന്ന് കസിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം പോകുന്നതാണ്. അപ്പം നമ്മളങ്ങനെ ബസ്സിൽ കയറി തൊട്ടടുത്ത സ്റ്റോപ്പിൽ തന്നെയായിരുന്നു കേട്ടോ ഇറങ്ങേണ്ടത്. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ഷോപ്പിൽ കയറിയതാട്ടോ സാധനം വാങ്ങാൻ. അമ്മയും മാമിയും കൂടെ സാധനങ്ങൾ നോക്കുന്നുണ്ട് എന്താ വാങ്ങണ്ടേന്ന്. അപ്പോൾ ഇതാട്ടോ എൻ്റെ മാമി ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കുന്നുണ്ട്. പിന്നെ ഇത് എൻ്റെ അമ്മമ്മയാണ് കേട്ടോ. ഇത് അമ്മച്ചൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ ഇന്ന് കസിൻ്റെ വീട്ടിൽ പോയത്. അങ്ങനെ ബേക്കറൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ കടയിൽ കയറി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. പിന്നെ എനിക്ക് ഐസ്ക്രീമും കിട്ടി. അങ്ങനെ കസിൻ്റെ വീട്ടിലെത്തിയിട്ടോ. കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് സ്കൂൾ വിട്ട സമയമായിരുന്നു. അപ്പം കുറേ സ്കൂൾ കുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു ബസ്സിന്. സ്കൂൾ വിട്ട ടൈം തന്നെ ആയതുകൊണ്ട് ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോനാട്ടോ കയറിയത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ വന്നു. ആൻറ്റി ഉണ്ടായിരുന്നു കൂടെ. വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അമ്മ അതാ വാങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ പോയി വന്നതിന് ശേഷം വീട്ടിൻ്റെ മുന്നിലുള്ള പാടത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇതാണ് പാടം. മഴ ആയതുകൊണ്ട് ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാടും പിടിച്ചിട്ടുണ്ട്. റോഡിൻ്റെ 2 സൈഡായിട്ടാട്ടോ പാടം വരുന്നത്. ഇതിലാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. ഇതിൽ മീൻ പിടിക്കാൻ വരും കേട്ടോ ഏട്ടന്മാർ. വൈകുന്നേരം ആയാൽ മഴ 2 ദിവസമായി ഇല്ലാത്തത് അതുകൊണ്ടായിരിക്കും. മഴ പെയ്യുന്ന ദിവസം നല്ല മീനുണ്ട്. നമുക്ക് കാണാൻ പറ്റും മീനിങ്ങനെ അങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇതാകുന്നത്. അപ്പോൾ 2 ദിവസം ഭയങ്കര വെയിൽ, അതുകൊണ്ടായിരിക്കാം ഏട്ടന്മാരൊന്നും കാണുന്നില്ല ഇവിടെ മീൻ പിടിക്കുന്നത്. അങ്ങനെ ഈ ഭാഗത്തേക്ക് പോയാൽ നമ്മൾ ഇന്നലെ ക്ഷേത്രത്തിൽ പോയില്ലേ, അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് എത്തും. ഓപ്പോസിറ്റേക്കാണെങ്കിൽ പുൽക്കാവ് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിലേക്ക് എത്തും. മഴയൊന്നും ഇല്ലാത്ത സമയത്ത് ഇവിടെ കൃഷി ചെയ്യാറുണ്ട് കേട്ടോ. ഫുള്ളും ഇല്ല, ചെറിയൊരു ഭാഗം. പണ്ട് ഇവിടെ ഫുള്ളും ഈ പാടം ഫുള്ളും കൃഷിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറിയിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.